ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ നാളെ സുപ്രീം കോടതി പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലു, വളരെ നിർണായകമായ വിവരങ്ങൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ നാളെ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. ഇന്ന് ഒരു സിനിമാ ഗാനത്തിന്റെ വരികൾ കൂടി കൂട്ടിച്ചേർത്താണ് പല പ്രതികൾക്കുമുള്ള ജാമ്യാപേക്ഷ ഇവിടെ കോടതി നിരസിക്കുകയും ചെയ്തത്. ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ എൻ വാസുവിനെ സംബന്ധിച്ചും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിനെ സംബന്ധിച്ചും നാളത്തെ സുപ്രീം കോടതി നടപടികൾ വളരെ നിർണായകമാണ്. കാരണം ഈ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്നും തന്റെ കസ്റ്റഡി ഇനി ആവശ്യമില്ല എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസു സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരുന്നത്. ഈ ജാമ്യാപേക്ഷയാണ് നാളെ ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ച് പരിഗണിക്കുന്നത്. നേരത്തെ ഇതേ ബെഞ്ചാണ് ശങ്കർദാസിന്റെ ഹർജി പരിഗണിച്ചിരുന്നത്. അന്നാണ് ഈ ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ നിങ്ങൾ ദൈവത്തിനെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന ഒരു പരാമർശം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നാളെ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ കേസിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുൻ സെക്രട്ടറിയായ ജെസിയുടെ അറസ്റ്റ് തടഞ്ഞതും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ്. ഈ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളിൽ ഈ ദേശീയ തലത്തിലൊക്കെ തന്നെ മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് നാളെ എന്തെങ്കിലും പരാമർശം നടത്തുമോ, അതല്ല ഈ വാസുവിന്റെ ഹർജിയിൽ നോട്ടീസ് അയക്കുമോ, അതോ പ്രഥമ ദൃഷ്ടിയെ തന്നെ അതിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളുമോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഉദ്യോഗം നിലനിൽക്കുകയാണ്. ഏതായാലും നാളെ വാസുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്.